നമസ്കാരം. ഇന്ത്യയുടെ T20 ടീമിന്റെ ഓപ്പണർ സ്ഥാനത്തേക്ക് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് സഞ്ജു സാംസൺ എത്തിയത്. ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പരിശീലകനായ ശേഷമാണ് ഇത്തരമൊരു അവസരം സഞ്ജുവിലേക്ക് എത്തുന്നത്. സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ നായകനായതോടെ സഞ്ജുവിന് വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്തു. ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ തകർപ്പൻ സെഞ്ചുറി നേടി മിന്നിക്കാൻ സഞ്ജു സാംസണ് സാധിച്ചിരുന്നു. പിന്നാലെ ദക്ഷിണാഫ്രിക്കയിൽ ആദ്യ T20യിലും സെഞ്ചുറി നേടിയതോടെ ചരിത്ര നേട്ടത്തിലേക്കാണ് സഞ്ജു പേര് ചേർത്തിരുന്നത്. എന്നാൽ അവസാന 2 മത്സരത്തിലും സഞ്ജു റണ്ണൊന്നും എടുക്കാതെയാണ് പുറത്തായത്. ഇതോടെ സഞ്ജുവിന്റെ ഗ്രാഫ് താഴോട്ട് പോയിരിക്കുകയാണ്. സഞ്ജു സാംസൺ ഇന്ത്യയുടെ T20 ഓപ്പണർ സ്ഥാനം ഉറപ്പിച്ചെന്ന് കരുതിയിരിക്കവെയാണ് തുടർ ഡക്കുകൾ നേരിടുന്നത്. ഇതോടെ സഞ്ജുവിന്റെ കാര്യം പ്രതിസന്ധിയിലുമായിരിക്കുകയാണ്. സഞ്ജുവിന്റെ ആരാധകർ കടുത്ത നിരാശയിലാണ് എങ്കിലും മലയാളി താരത്തിന്റെ മോശം ഫോം ചിലരെ സംബന്ധിച്ച സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. സഞ്ജുവിനെ നിരാശപ്പെടുത്തുന്ന പ്രകടനം 5 പേർക്ക് ഗുണകരമാണ്. ഇതാരൊക്കെയാണെന്ന് വിശദമായി പറഞ്ഞു തരാം. ഇന്ത്യയുടെ T20 ഓപ്പണർ സ്ഥാനത്ത് നിന്ന് നിലവിൽ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന താരമാണ് ശുഭ്മൻ ഗിൽ. കടന്നാക്രമിച്ച് കളിക്കുന്ന താരമല്ല എങ്കിലും ക്ലാസിക് ശൈലിയിൽ റൺസ് ഉയർത്താൻ കഴിവുണ്ട്. T20യിൽ സെഞ്ചുറി അടക്കം നേടി മിന്നിക്കാൻ ഗില്ലിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുടെ നിലവിലെ ആക്രമണ ശൈലിക്ക് അനുസരിച്ച് ഉയരുന്നില്ലാത്തതിനാൽ തന്നെ നിലവിൽ താരത്തെ മാറ്റി നിർത്തുകയായിരുന്നു. എന്നാൽ സഞ്ജു സാംസൺ ഫ്ലോപ്പായതോടെ ഓപ്പണിംഗിലേക്ക് ഗില്ലിന് തിരിച്ചെത്താമെന്ന പ്രതീക്ഷ ഉയരുകയാണ്. വരുന്ന ഇംഗ്ലണ്ട് T20 പരമ്പരയിൽ ഗില്ലിനെ യശസ്വി ജയ്സ്വാളിനൊപ്പം ഓപ്പണറായി പ്രതീക്ഷിക്കാം. ഈ ലിസ്റ്റിലെ 2ാമത്തെ താരം ഇഷാൻ കിഷനാണ്. സഞ്ജു സാംസണ് വലിയ ഭീഷണി ഉയർത്തുന്ന വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ഇഷാൻ. ഇടം കൈയിൽ താരം ടീം മാനേജ്മെന്റുമായുള്ള ഉടക്കിനെ തുടർന്ന് മാറി നിൽക്കുകയാണ്. എന്നാൽ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ ഇഷാൻ കാത്തിരിക്കുകയാണ്. സമീപകാലത്ത് ആഭ്യന്തര ക്രിക്കറ്റിൽ തിളങ്ങിയ ഇഷാൻ ഓപ്പണിംഗിൽ മികവ് കാട്ടുകയും സെഞ്ചുറി നേടുകയും ചെയ്ത താരമാണ്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ ഫ്ലോപ്പാകുമെന്നത് ഇഷാന്റെ തിരിച്ചുവരവിന് സഹായിക്കുന്ന ഒരു കാര്യമാണ്. നിലവിൽ ഇന്ത്യ A ടീമിനൊപ്പമാണ് ഇഷാൻ ഉള്ളത്. ഋഷഭ് പന്തിനും സന്തോഷമാണ് ഈ ഒരു കാര്യത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യ T20 ടീമിലേക്ക് ഋഷഭിനെ കാര്യമായി പരിഗണിക്കുന്നില്ല എന്നതാണ് പൊതുവേ ഉള്ളൊരു സംസാരം. ഋഷഭിന് T20 കളിക്കാൻ കൂടുതൽ താല്പര്യമുണ്ടെങ്കിലും ടെസ്റ്റിനും ഏകദിനത്തിനുമായി ഋഷഭിന് കൂടുതൽ അവസരങ്ങൾ നൽകുക അല്ലെങ്കിൽ പരിഗണിക്കുക എന്നതാണ് ടീം മാനേജ്മെന്റിന്റെ ലക്ഷ്യം. ഋഷഭ് ടോപ്പ് ഓർഡറിൽ കളിക്കാൻ കൂടുതൽ താല്പര്യം കാട്ടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസന്റെ മോശം ഫോം ഋഷഭിനും തിരിച്ചു വരാനുള്ള വഴി തുറക്കുകയാണ്. സഞ്ജു ഫ്ലോപ്പായാൽ ഋഷഭ് 1ാം നമ്പർ വിക്കറ്റ് കീപ്പറായി T20 ടീമിലേക്കും തിരിച്ചെത്തുമെന്ന കാര്യം ഉറപ്പാണെന്ന് തന്നെ പറയാം. ഈ ലിസ്റ്റിലെ അടുത്ത താരം വരുന്നത് KL രാഹുലാണ്. ഇന്ത്യയുടെ സീനിയർ താരവും വിക്കറ്റ് കീപ്പർ ബാറ്ററുമായ KL രാഹുൽ നിലവിൽ T20 ടീമിന് പുറത്താണ്. ശക്തമായി തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന താരം കൂടിയാണ് രാഹുൽ. എന്നാൽ യുവതാരങ്ങൾ മികവ് കാട്ടുമ്പോൾ രാഹുലിന്റെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. സഞ്ജു സാംസൺ നിരാശപ്പെടുത്തുന്നത് രാഹുലിന് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. രാഹുൽ T20 ടീമിലേക്ക് തിരിച്ചെത്തുമോ എന്നതാണ് കാത്തിരുന്ന് കണ്ടറിയേണ്ടത്. ഏതായാലും സഞ്ജുവിന്റെ മോശം പ്രകടനം രാഹുലിനും വലിയ പ്രതീക്ഷ നൽകുന്നതാണെന്ന് തന്നെ പറയാം. ഈ ലിസ്റ്റിലെ മറ്റൊരു താരം ഋതുരാജ് ഗെയ്ക്വാദ് ആണ്. ഇന്ത്യൻ T20 ടീമിലേക്ക് എത്താൻ അർഹതയുള്ള ഒരു താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ഋതുരാജ്. CSK നായകനായ ഋതുരാജിന് മോശമല്ലാത്ത റെക്കോർഡും അവകാശപ്പെടാൻ സാധിക്കും. എന്നാൽ അർഹിച്ച പിന്തുണ ഓപ്പണർക്ക് ലഭിച്ചിട്ടില്ല. സഞ്ജു സാംസൺ ഫ്ലോപ്പാകുമ്പോൾ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ ഒരാൾ കൂടിയാണ് ഋതുരാജ് ഗെയ്ക്വാദ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് നിരാശപ്പെടുത്തുന്ന പ്രകടനത്തിൽ ഋതുരാജും സന്തോഷമാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. ഈ ലിസ്റ്റിലെ അവസാന ആളാണ് ജിതേഷ് ശർമ്മ. എന്നാൽ ജിതേഷിനെ ഇന്ത്യ ഓപ്പണറായി പരിഗണിക്കാൻ വിരളമായ സാധ്യതയാണ് ഉള്ളത് എന്ന് പറയാം. എങ്കിലും സഞ്ജുവിനെ നിരാശപ്പെടുത്തുന്ന പ്രകടനം ജിതേഷിനും ഒരു അവസരം തുറക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നില്ല.